ഐ ലീഗ് ഫുട്ബോളിൽ വിജയം തുടരാൻ ഗോകുലം കേരള FC ഇന്ന് ഇറങ്ങുകയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 മണിക്ക് നടക്കുന്ന എവേ പോരിൽ ഡംബോ സ്പോർട്സ് ക്ലബ്ബാണ് എതിരാളികൾ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് അത്യാവശ്യം സ്പോർട്സുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് വിവരങ്ങൾ പറയും. അനിൽ, ഗുഡ് മോർണിംഗ്. കളി കാര്യമായോ? തീർച്ചയായും കളി കാര്യമാവുന്നു എന്ന് തന്നെയാണ് SKN. കാരണം പുതുവർഷത്തിൽ ഒരു പുത്തനുണർവാണ് ഗോകുലം കേരള FC കിട്ടിയിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത 5 ഗോളിനാണ് ഡൽഹി FCയെ ഗോകുലം തോൽപ്പിച്ചത്. അതിന് തൊട്ടു മുമ്പുള്ള 4 മത്സരങ്ങളിൽ അത്ര നല്ല റിസൾട്ടുകളായിരുന്നില്ല. 5 മത്സരങ്ങളിൽ ഒരു അത്ര മോശം റെക്കോർഡായിരുന്നു ഉണ്ടായിരുന്നത്. 4 മത്സരങ്ങൾ സമനിലയായി, 1 മത്സരം തോറ്റു. അപ്പോൾ പക്ഷേ പുതുവർഷത്തിലേക്ക് വന്നപ്പോൾ ഗോകുലം കേരള FC മിന്നിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആദ്യ മത്സരത്തിൽ തന്നെ എതിരില്ലാത്ത 5 ഗോളിന് ജയിച്ചു. അപ്പോൾ ഇന്ന് ആ ജയം തുടരാൻ ആണ് ഗോവയിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത്. ഗോവയിൽ ഡംബോ SC ആണ് എതിരാളികൾ. മുമ്പ് പരമ്പരാഗതമായ ഒരു ടീമാണ്, അല്ലെങ്കിൽ വലിയ പേരുകളുള്ള വേരുകളുള്ള ഒരു ടീമാണ്. പക്ഷേ അവർക്ക് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ ഒരു തിരിച്ചടി നേരിട്ടുകയാണ്. ഒരു ഹാട്രിക് തോൽവി ഒഴിവാക്കാൻ അവരും രണ്ടും കൽപ്പിച്ചിറങ്ങുമ്പോൾ ഇന്ന് ഫത്തോർദ സ്റ്റേഡിയത്തിൽ ഉഗ്രൻ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഗോകുലം കേരള FC നിലവിൽ 6ാം സ്ഥാനത്താണ്. 7 മത്സരങ്ങളിൽ 2 ജയം, 4 സമനില, 1 തോൽവി എന്നുള്ളതാണ്. അങ്ങനെ 10 പോയിന്റാണ് ഗോകുലത്തിനുള്ളത്. ഡംബോയ്ക്കും 10 പോയിന്റ് തന്നെയാണുള്ളത്. ഇന്ന് ജയിക്കാനായാൽ ഇരു ടീമുകൾക്കും 4ാം സ്ഥാനത്തേക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഉശിരൻ പോരാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് അദാമ നിയാനെ കഴിഞ്ഞ മത്സരത്തിൽ ഗോളൊക്കെ നേടിയിരുന്നു, ഹാട്രിക് നേടിയിരുന്നു. മറ്റ് സ്ട്രൈക്കർമാരും മിന്നിച്ച ഫോമിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഗോകുലം തകർപ്പൻ പ്രകടനം തുടരുകയും ഇത്തവണ വീണ്ടും കിരീടത്തിലേക്ക് അടുക്കാനും അതുവഴി ISLലേക്ക് പ്രൊമോഷൻ കിട്ടാനും ഗോകുലത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഗോകുലം ജയിച്ചു കയറട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.